അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്മാർട്ട് വാച്ചുകൾ തൊട്ട് വലിയ വലിയ റോക്കറ്റ്സും സാറ്റലൈറ്റ്സും വരെ, സ്റ്റാർട്ടപ്സ് തൊട്ട് വലിയ വലിയ MNCകൾ വരെ ഇന്നെല്ലാം റൺ ചെയ്യുന്നത് IT പ്രൊഫഷണൽസിന്റെയും കോഡേഴ്സിന്റെയും പ്രോഗ്രാമേഴ്സിന്റെയും സഹായത്തോടു കൂടിയാണ്. ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, മാനേജ്മെന്റ് തുടങ്ങിയ വർക്ക് ഫോഴ്സുകളിലേക്ക് ഇന്ന് അനേകം ജോലി സാധ്യതകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈ സാലറി, ജോബ് സ്റ്റെബിലിറ്റി, ജോബ് ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ ഫാക്ടേഴ്സ് ആണ് ഇന്ന് ആളുകളെ IT ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടെ ലോകത്തിന്റെ ഏതൊരു കോണിലിരുന്നും മറ്റൊരു രാജ്യത്തിന്റെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നു, അതും അവരുടെ ഹൈ പാക്കേജ് സാലറിയോടുകൂടി എന്നുള്ളതാണ് IT ഫീൽഡിനെ മറ്റ് ഫീൽഡുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് ഇന്ന് IT ഫീൽഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള കുറച്ച് ജോബ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. IT ഫീൽഡിൻ്റെ ഫൗണ്ടേഷനാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പൈത്തൺ, ജാവ, PHP, C++, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ്? നമ്മൾ പുറം നാട്ടിലേക്ക് ഒരു ജോലി ചെയ്യാനായി പോകുന്നതായി സങ്കല്പിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ അവരുടെ ഭാഷ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർ നമ്മുടെ ഭാഷ പഠിക്കുക. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് അവർ നമ്മുടെ ഭാഷ പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ ഭാഷ പഠിക്കുന്നു, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഭാഷകൾ പഠിച്ച് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരം പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. വെബ് ഡെവലപ്പർ. നിങ്ങൾ ഒരു e-commerce വെബ്സൈറ്റിൽ കയറി ഒരു സാധനം ഓർഡർ ചെയ്യുന്നത് തൊട്ട് അത് ഡെലിവറി ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വെബ് ആപ്ലിക്കേഷൻസിലൂടെയാണ്. ഈ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നവരാണ് വെബ് ഡെവലപ്പേഴ്സ്. ആപ്പ് ഡെവലപ്പർ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് തൊട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നത് വരെ എല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിലാണ്. ഈ സ്മാർട്ട് ഫോണിലുള്ള ആപ്ലിക്കേഷൻസിലൂടെയാണ്. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നവരാണ് ആപ്പ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നിങ്ങനെ നിരവധി കാറ്റഗറീസ് വേറെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന ടീമും സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമും തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ മാനേജ് ചെയ്യുന്നവരാണ് DevOps എഞ്ചിനീയേഴ്സ്. കോഡിംഗ് നന്നായിട്ട് അറിയാവുന്ന, മാനേജിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക് ഏറ്റവും ഹൈ സാലറിയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് DevOps എഞ്ചിനീയർ. നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഹാക്ക് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും പേടിക്കാറുണ്ട്. എന്നാൽ വലിയ വലിയ കമ്പനീസിന്റെ സോഫ്റ്റ്വെയർ, വെബ്സൈറ്റ്, ഡാറ്റാബേസുകൾക്ക് സ്പൈവെയർ, മാൽവെയർ ഹാക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സെക്യൂർ ആക്കി നിർത്തുക എന്നുള്ളത് എല്ലാ കമ്പനീസിന്റെയും ആവശ്യമാണ്. ഇവിടെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന ജോബിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴോ നമുക്ക് 24 hours ഇത് ആക്സസ് ചെയ്യാൻ പറ്റാറുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് സെർവറുകളെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. 24 hours വർക്ക് ചെയ്യുന്ന വെർച്വൽ കമ്പ്യൂട്ടേഴ്സ് ആണ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ആമസോൺ, ഗൂഗിൾ പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് സ്വന്തമായി സെർവർ സെറ്റപ്പുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മറ്റ് കമ്പനികൾ AWS പോലെയുള്ള സെർവറുകളിൽ നിന്ന് സെർവർ സ്പേസുകൾ റെന്റ് ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് സർവീസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. ഇവയെ ഓപ്പറേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഏതൊരു വലിയ കമ്പനിയും റൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ഉയർത്തുന്നതും ഡേറ്റ ഡ്രിവൺ ആയിട്ടാണ്. മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും കോഡിങ്ങും നന്നായിട്ട് അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ എക്സൽ ചെയ്യാൻ കഴിയും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ജോബ്സിനെയും പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വരുന്ന എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബിനെ പറ്റി പെർട്ടിക്കുലർലി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.